എസ്തർ 5-ാം അധ്യായം. എസ്തറിൻ്റെ വിരുന്ന്. രാജാവ് അവളോട് ചോദിച്ചു, എസ്തർ രാജ്ഞി, എന്ത് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിങ്ങൾക്ക് തരാം. എസ്തർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് രാജാവും ഹമാനും വരണം. രാജാവ് കൽപ്പിച്ചു, എസ്തറിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടനെ വരുത്തുക. അങ്ങനെ എസ്തർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും എത്തി. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തറിനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ അപേക്ഷ? അത് നിനക്ക് സാധിച്ചു തരാം. നിനക്ക് എന്താണ് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നിനക്ക് തരാം. എസ്തർ പറഞ്ഞു, എൻ്റെ അപേക്ഷയും ആവശ്യവും ഇതാണ്. രാജാവിന് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരിഞ്ഞ് നാളെയും ഹാമാനും രാജാവും വരണം. രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി. എന്നാൽ രാജാവിൻ്റെ വാതിൽക്കൽ തൻ്റെ മുൻപിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങ പോലും ചെയ്യാതെ ഇരിക്കുന്ന മൊർദെഖായിയെ കണ്ടപ്പോൾ ഹാമാൻ അവൻ്റെ എതിരെ കോപം നിറഞ്ഞു. എന്നാൽ അവൻ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി. അവൻ തൻ്റെ കൂട്ടുകാരിയും ഭാര്യയായ സെരേഷിനെയും വിളിച്ചു. തൻ്റെ ധനമഹിമ, സന്താനബാഹുല്യം രാജാവ് തന്നെ ബഹുമാനിച്ചു. നൽകിയ സ്ഥാനക്കയറ്റങ്ങൾ, രാജാവിൻ്റെ പ്രഭുക്കന്മാരെയും സേവകന്മാരെയും എനിക്ക് നൽകിയ ഉയർച്ച, ഇവയെല്ലാം ഹാമാൻ അവരോട് വിവരിച്ചു. അവൻ തുടർന്നു, എസ്തർ രാജ്ഞി, ഞാൻ ഒരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെയല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. നാളെയും രാജാവ് എന്നോടൊപ്പം ചെല്ലാൻ അവൾ എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. എങ്കിലും മൊർദെഖായി എന്ന യഹൂദൻ രാജാവിൻ്റെ പടിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തിയെ നൽകുന്നില്ല. അപ്പോൾ അവൻ്റെ ഭാര്യ സെരേഷും അവൻ്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു, 50 മുഴ ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കുക. രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം, മൊർദെഖായി അതിന്മേൽ തൂക്കണമെന്ന്. പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊത്ത് വിരുന്നിന് പോവുക. ഈ ഉപദേശം ഹാമാൻ ഇഷ്ടപ്പെട്ടു. അവൻ കഴുകുമരം ഉണ്ടാക്കി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.